എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. നാളത്തെ പ്രമോ വിശേഷത്തെ നമ്മൾ കാണാൻ പോകുന്ന അയ്യപ്പേടിന് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ കിഷോർ അവർണികനെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവർണികനെ എങ്ങനെയാലും തകർത്തെറിഞ്ഞിട്ട് അവളുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് സ്വന്തമാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ചില തന്ത്രങ്ങളൊക്കെ കിഷോർ മെനയുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ അയ്യപ്പേട്ടൻ കുറെ ദിവസത്തെ യാത്രകൾക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തുവാണ്. അയ്യപ്പേട്ടൻ വന്നു കഴിഞ്ഞപ്പോ ഗീതുവിനും ഗോവിന്ദനും എല്ലാം ഭയങ്കര സന്തോഷമായി. ഇപ്പൊ അയ്യപ്പേട്ടൻ വന്നുകൊണ്ട് തന്റെ കുറച്ച് വിഷമങ്ങളൊക്കെ അയ്യപ്പേട്ടന് പറയാലോ. ഇത്രയും കാലം അയ്യപ്പേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ഗോവിന്ദനുണ്ടായിരുന്നു. പക്ഷേങ്കില് രാധികാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. വന്നിട്ടുണ്ട്, ഇയാളുടെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ചിന്തയായിരുന്നു. കാരണം ഗീതുവിനോടും ഗോവിന്ദനോടൊക്കെ അയ്യപ്പേട്ടൻ എങ്ങനെ നിൽക്കുന്നുള്ള കാര്യം രാധികാമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന. അതുകൊണ്ടാണ് പിന്നീട് അയ്യപ്പേട്ടൻ വന്ന് ആ സത്യം പറയുന്നത്. ഞാൻ ഈ തീർത്ഥാടനം നടത്തിയത് തന്നെ എന്തിനു വേണ്ടിയാന്ന് അറിയാവോ? ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ടാന്ന് പറയാ. ആഹാ, അതിനു വേണ്ടിയാണോ? അതിന് കുഞ്ഞിക്കാല് കാണാനാണെങ്കിൽ അത് ഉടനെ അതിന് വരൂന്ന് പറയാ. പെട്ടെന്ന് അയ്യപ്പേട്ടൻ ഞെട്ടി. സത്യമാണോ കുഞ്ഞെ പറയണേ? സത്യമാ അയ്യപ്പേട്ടാന്ന് പറയണേ. അപ്പൊ എല്ലാരും തെറ്റിദ്ധരിച്ചു. എന്താ, ഗീതു പ്രഗ്നന്റ് ആന്നുള്ള കാര്യം. ഇതൊക്കെ എപ്പ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നൊരു ചിന്തയായി എല്ലാവരുടെ ഉള്ളില്. പക്ഷെ ഗോവിന്ദ് അങ്ങനെ പറയുകയും ചെയ്തല്ലോ. ഇത്രയും പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ട് ബാ ഗീതു എന്ന് പറഞ്ഞ് ഗീതുവിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് മുറിയിലേക്ക് കയറി പോവാണ്. പെട്ടെന്ന് രേഖ ഓർത്ത്, ഇതെന്ത് പറ്റി? ഗീതു പ്രഗ്നന്റ് ആണോ? അതോ ഇനിയിപ്പൊ പ്രിയനെ കുറിച്ച് പറഞ്ഞു എങ്ങാനും അയ്യപ്പേട്ടൻ തെറ്റിദ്ധരിച്ചാണോ? പറയാൻ പറ്റില്ല. പക്ഷെ രാധികാമ്മയുടെ ഉള്ളിൽ മാത്രം ഒരു ഞെട്ടലുണ്ടായി. എന്റെ ഭഗവാനെ, ഇനിയിപ്പൊ അവളെങ്ങാനും പ്രഗ്നന്റ് ആണോ? ഇനി പറയാതിരിക്കുന്നതാണ്. അങ്ങനെ വരാൻ വഴിയൊന്നുമില്ല, പറയാൻ പറ്റില്ല. ഇനിയിപ്പൊ പ്രിയയുടെ കാര്യമാണോ ഉദ്ദേശിച്ചതെന്നും പറയാൻ പറ്റില്ല. അങ്ങനെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ തന്നെ ഗീതി ചോദിച്ചു, അല്ല കണ്ണേട്ടൻ എന്ത് പരിപാടിയാ കാണിച്ചേ? കണ്ണേട്ടൻ എന്തിനാ അങ്ങനെ പറഞ്ഞേ? എന്ത് പറഞ്ഞേ? അല്ല അയ്യപ്പേട്ടനോട് അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കുഞ്ഞിക്കാല് കാണുന്ന കാര്യം പറഞ്ഞപ്പോ. അയ്യോ, ഞാനത് പ്രിയനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ. പ്രിയയുടെ വയറ്റിൽ കുഞ്ഞുണ്ടല്ലോ, ഉടനെ ഡെലിവറി നടക്കില്ലേ? കൊള്ളാം, ബെസ്റ്റ്. അയ്യപ്പേട്ടനെ ബാക്കി എല്ലാരും തെറ്റിദ്ധരിച്ചിരിക്കാന്ന് തോന്നുന്നു ഞാൻ പ്രഗ്നന്റ് ആവുന്ന രീതിയിൽ. അതൊക്കെ അതിന് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നേ? പിന്നെ ദേഷ്യപ്പെടാതെ, എന്റെ വയറ്റിൽ കുഞ്ഞില്ല എന്നുള്ള കാര്യം ഗോവിന്ദൻ അറിയാവുന്ന കാര്യമല്ലേ. പിന്നെന്താ? ആഹാ, അത് കൊള്ളാം. ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ തലയിലായില്ലേ. ഞാൻ പറഞ്ഞ ആരെക്കുറിച്ചാണെന്നറിയോ? ഞാന് പ്രിയമോളെ കുറിച്ചാ പറഞ്ഞത്. അതിപ്പോ അയ്യപ്പേട്ടൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. പെട്ടെന്ന് ഗീതു പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഇതിന്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം. നീ എന്തിനാ ചൂടാന്നേ? ഒന്നുമല്ലേ, നിന്റെ ഭർത്താവ് ഞാൻ കൂടെ ഉണ്ടല്ലോ ഇവിടെ. പിന്നെ ഭർത്താവ് കൂടെ ഉള്ളപ്പം ഭാര്യ പ്രഗ്നന്റ് ആകുന്നതിനിപ്പം നീ കിടന്ന് ചാടി കളിച്ചിട്ട് കാര്യമില്ല. അതിനിപ്പോ എന്താ കുഴപ്പമെന്ന് ചോദിക്കണം. ഓ ഗോവിന്ദണ്ട, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ന് പറയാണ്. ഈ സമയത്ത് കഥകയെ മുട്ടുന്ന കേട്ടെ. ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അയ്യപ്പേട്ടൻ കയ്യിൽ മാങ്ങയൊക്കെ ഉണ്ട്. മാങ്ങ ഇത് കണ്ടതും ഗീതു പെട്ടെന്ന് ഒരു ഞെട്ടി വിളിച്ചു. ഇതെന്താ അയ്യപ്പേട്ട? അല്ല, ഈ സമയത്തെ പച്ചമാങ്ങയൊക്കെ തിന്നാനായിട്ട് കൊതി കാണും, അതുകൊണ്ട് ഞാനേ പച്ചമാങ്ങ വാങ്ങിച്ചോണ്ട് വന്നതെന്ന് പറയാ. ഓ, ഗീതുവിന് സമനില തെറ്റുന്ന പോലെ തോന്നി. ഗോന്ന് പറഞ്ഞു, ശരി ശരി അയ്യപ്പേട്ട എന്ന് പറഞ്ഞിട്ട് അയ്യപ്പേട്ടൻ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. പെട്ടെന്ന് ഗീതു അങ്ങോട്ട് കഥ അടിച്ചു. അല്ല, നിങ്ങൾ എന്ത് ഭാവിച്ച മനുഷ്യാന്ന് ചോദിക്കാണ്. എന്ത് നിങ്ങളോ? അല്ല, ഞാൻ ഗോവിന്ദേട്ടനെ ഉദ്ദേശിച്ച. പിന്നെ എങ്ങനെ ദേഷ്യപ്പെടായിരിക്കും? ഇപ്പൊ തന്നെ കണ്ടില്ലേ അയ്യപ്പേട്ടൻ മാങ്ങയൊക്കെ ആയിട്ട് വന്നേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇപ്പൊ തന്നെ എന്ന് പറഞ്ഞോളാം അയ്യപ്പേട്ടനോട്. അല്ല, എന്റെ തനി സ്വരൂപം എന്താ നിങ്ങൾ കാണുമെന്ന് പറയാം. എന്റെ പൊന്നു ഗീതു, ഞാൻ നേരം വെളുത്തോട്ടെ, ഞാൻ അയ്യപ്പേട്ടനോട് പോയി പറഞ്ഞോളാം അയ്യപ്പേട്ടൻ തെറ്റിദ്ധരിച്ചാന്നുള്ള കാര്യം. മനസ്സിലായല്ലോ എന്ന് പറയാം. മതിയെന്ന് പറയാണ്. ഈ സമയം കിഷോർ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുവാണ്, എങ്ങനെ അവർണികയുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കണം. തന്റെ അവർണികയുടെ പേര് ജോയിന്റ് അക്കൗണ്ടില് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടേക്കുന്ന പണമാ. എന്തേലും കാര്യം പറഞ്ഞിട്ട് അതെടുക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമാണ്. അവളെ ഇല്ലാതാക്കുക ഏറ്റവും നല്ല കാര്യം. 10 കോടി രൂപയോ, ഒന്നും രണ്ടും അല്ല, 10 കോടി രൂപയാണ് കിട്ടാൻ പോകുന്നേ. അത് ഒരു കാരണവശാലും അത് തൊടാൻ പോലും സമ്മതിക്കുമെന്ന് കിഷോറിന് നന്നായിട്ടറിയാം. ഈ അവസ്ഥയിൽ അവളെ എന്തേലും പറഞ്ഞ് മയക്കെടുത്തിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ നേരെ അവർണികയുടെ അടുത്തേക്ക് എല്ലുവാണ് കിഷോർ. പക്ഷെ അവർണിക്ക് കിഷോറിന്റെ മുറിയിലേക്ക് വരാതിരിക്കാൻ പറ്റില്ല. ഡാഡി വന്നിട്ടുള്ളതുകൊണ്ട് ഡാഡി തെറ്റിയിരിക്കും, വേറെ മുറി മാറിപ്പോയി കിടന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്ത് ചെയ്യണമെന്നില്ലാതെ അവർണയെ നിൽക്കുന്ന സമയത്താണ് കിഷോർ അങ്ങോട്ട് ചെല്ലുന്നത്. കിഷോർ വന്നിട്ട്, വാ അവന് മുറിയിലേക്ക് വാ, നമുക്ക് അവിടെ കിടക്കാന്ന് പറയണം. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാണ്. ആലോചിക്കാൻ എന്തിരിക്കുന്നു, ഇവിടെ എങ്ങനെ നിൽക്കാൻ ഡാഡി കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അതിനേക്കാളും വലിയ പ്രശ്നമാണെന്ന് പറയണം. അവർണയ്ക്ക് മനസ്സിലായി, ഡാഡി ഒരു കാരണവശാലും ഇപ്പൊ ഒന്നും അറിയാൻ പാടില്ല. പാവം, ആ മനസ്സ് തകരുന്നു പോകും. തനിക്ക് വേണ്ടിയിട്ട് ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നേ. ഇപ്പൊ ഒന്നുമല്ലാതായി നിൽക്കുന്നേ. അപ്പൊ ഇനി ഇതും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാഡിക്ക് സഹിക്കാൻ പറ്റില്ല. പെട്ടെന്ന് കിഷോറിന്റെ മുറിയിലേക്ക് അങ്ങോട്ട് കയറുവാണ്. കിഷോർ പറഞ്ഞു, അല്ല ഞാനൊന്ന് ആലോചിക്കുമായിരുന്നു. എന്താ?
നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലും. എന്ത് ബിസിനസ്? അല്ല, ഇപ്പൊ നമ്മൾ സ്റ്റാഫായിട്ടല്ലേ, പോരാത്തിന് എനിക്ക് ജോലി ഇല്ലാതിരിക്കുന്ന സമയല്ലേ, അതുകൊണ്ട് ആ പൈസ എടുത്ത് നമുക്കൊരു ബിസിനസ് അങ്ങ് തുടങ്ങിയാലോ എന്ന് ചോദിക്കാം. ഇത് കേട്ടത് അപർണ പറഞ്ഞു, എനിക്കും മനസ്സിലായി, പൈസ 10 കോടി രൂപ അക്കൗണ്ടിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ നിനക്ക് എന്നോട് ഇത്ര സ്നേഹം കൂടിയിട്ടുണ്ടല്ലോ. ആ പൈസ എടുക്കാനായിരിക്കുമല്ലേ? പിന്നെ അതുകൊണ്ടൊന്നുമല്ല, എനിക്കറിയാലോ നിങ്ങളെ. ഇത്ര നാളും ഗീതുവായിട്ട് ചേർന്നൊരു വലിയ നാടകം തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്തു. പാവം ഗീതുവിന്റെ ജീവിതം കൂടെ തകർക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. അത് പോരാഞ്ഞിട്ട് എന്റെ ജീവിതം തകർത്തു. ഇനിയിപ്പൊ നിങ്ങൾ പുതിയ എന്ത് നാടകമായിട്ട് ഇറങ്ങിയിരിക്കണേ? നിങ്ങൾ വേറെ ഏതെങ്കിലും പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടോന്ന് ചോദിക്കാം. ദേവന്റെ അനാവശ്യം പറയല്ലേ? അനാവശ്യം പറയുന്നതാണോ കുറ്റം? നിങ്ങൾ കാണിക്കുന്നതിന് കുറ്റമല്ലല്ലേ? അതിനകത്തുനിന്ന് ഒരു ചില്ലി കാശ് പോലും നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അതെന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനാ. എന്റെ ഡാഡി ചോര നീര് ഉണ്ടാക്കി അധ്വാനിച്ച പണമാ അത്. എത്ര കഷ്ടപ്പെട്ടാന്നറിയോ? അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്ന നിങ്ങൾക്കൊന്നും അതിന്റെ വില അറിയില്ല. നിങ്ങൾ അതുപോലെ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ പണത്തിന്റെ വില അറിയുള്ളൂ. പെട്ടെന്ന് കിഷോറിന് മനസ്സിലായി, ഇത് അങ്ങനെയൊന്നും പെട്ടെന്ന് പിള്ളേന്ന് തട്ടിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. വേറെ എന്തെങ്കിലും ഒരു തന്ത്രം കൂടെ പ്രയോഗിച്ചാൽ മതിയാവുള്ളൂ. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇനിയിപ്പോ ഡാഡിയെ സ്വാധീനിക്കാൻ മാത്രമേ രക്ഷയുള്ളൂ. അങ്ങനെയാണെങ്കിലോ തനിക്ക് ആ പണമെങ്കിലും കിട്ടുകയുള്ളൂ. അങ്ങനെ പല തന്ത്രങ്ങളും കിഷോറിന്റെ മനസ്സിൽ കൂടെ ഓടിപ്പോവാണ്. ഈ സമയം രാധികാമ്മ വരുണിനെ വിളിക്കുകയാണ്. വരുണിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുക. രഞ്ജുവിനെ കുറിച്ചുള്ള വല്ല വിവരങ്ങളൊക്കെ അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുക. പിന്നീട് പറഞ്ഞു, രഞ്ജു ചെമ്പശ്ശേരി തന്നെ ഉണ്ടെന്നാ സുവർണ പറഞ്ഞേ. അല്ല, പിന്നീട് അന്നും അന്വേഷിച്ചില്ലേന്നിരിക്കണം. പിന്നീട് സുവർണ അങ്ങോട്ട് പോയില്ല. ഒരു കാര്യം കൂടെ അന്വേഷിക്കണം. അവളുടെ ഒപ്പം ഏതോ ഒരു ചെറുക്കനുണ്ടെന്നല്ലേ പറഞ്ഞേ? ഏതോ ഒരുത്തരുണ്ടെന്നല്ലേ പറഞ്ഞേ? അവൻ ആരാ, എന്താ, അവന്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടുമെന്ന് പറയാം. അതൊക്കെ സുവർണ എത്തിച്ചോളൂമേ. അതൊക്കെ ഓർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാ. അല്ല, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലമ്മേ. എത്ര ദിവസമാണ് ഞാനിങ്ങനെ പുറത്തിരിക്കുന്നേ. എനിക്ക് എത്രയും പെട്ടെന്ന് അറക്കിലേക്ക് വന്നേ പറ്റുള്ളൂ എന്ന് പറയാ. പെട്ടെന്ന് രാധിക പറഞ്ഞു, അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല വരണേ. എന്തെങ്കിലും തന്ത്രം ഒപ്പിച്ചാൽ മാത്രമേ ഇനിയിപ്പോ കയറാൻ പറ്റുള്ളൂ. ഗോവിന്ദന്റെ കയ്യിലെടുത്തിട്ടോ കാര്യമുള്ളൂ. അതെങ്ങനെയാ നിന്റെ കയ്യിലിരിപ്പോണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചേ? പോരാത്താനാണ്ടേ ആ അയ്യപ്പനും കൂടെ വന്നിട്ടുണ്ടെന്ന് പറയണം. ആരാ? അയ്യപ്പേട്ടൻ വന്ന? അതെ, പണ്ടേ തൊട്ട് ഗോവിന്ദന്റെ വലം കൈ ആണല്ലോ. ഇനി ഇവിടെ എന്ത് സംഭവിച്ചാലും അതെല്ലാം ഗോവിന്ദന്റെ ചെവിയെ കൊണ്ട് എത്തിച്ചു കൊടുക്കും. അതുകൊണ്ട് പണ്ടത്തെ പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല. ഇത്രയും ദിവസം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് ആ രഞ്ജുവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ബാക്കിയും കൂടെ തപ്പിയെടുക്ക്. എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഇനി അവളെ എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞു വരണം. അവള് നമുക്കൊരു പാരയായിട്ട് വരുവാണെങ്കിൽ, ഒരു പക്ഷേ ഗീതും രഞ്ജു എല്ലാരും കൂടെ കൂടിയിട്ടാണ് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ഒരു കാരണവശാലും അതിന് സമ്മതിക്കരുതെന്ന് പറയാം. വരും പെട്ടെന്ന് അമ്മ ഒരു കാര്യം ചെയ്യാം, എന്നെ എങ്ങനെയായിരുന്നു വീട്ടിൽ കയറ്റാൻ നോക്ക്. എന്നിട്ടല്ല ബാക്കി കാര്യം. നീ വീട്ടിൽ കയറിയാലെങ്കിലേ കയറിയില്ലെങ്കിൽ നിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവള് നല്ല സുഖമായിട്ടാണ് ഇവിടെ ജീവിക്കുന്നേ. നിന്നെ കാണാത്തന്റെ വിഷമോ അല്ലാത്ത നീ ഇല്ലാത്തന്റെ വിഷമോ ഒന്നും അവക്കില്ലാന്ന് പറയണം. അതങ്ങനെയാണല്ലോ, പണ്ടും അങ്ങനെയാണല്ലോ. ഗോവിന്ദന്റെ തലയിലേക്ക് വെച്ച് തന്ന മുതലല്ലേ അവള്. അന്ന് തൊട്ട് എനിക്ക് അവളെ കണ്ണെടുത്താൽ കാണത്തില്ല. പിന്നെയാണ് ഇന്ന്. പിന്നീട് രാധികമ്മ ഒരു വാണിംഗ് കൂടെ കൊടുത്തു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് സുവർണയുമായിട്ടുള്ള അല്ലാത്ത ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ചേക്കണം. അറിയാലോ നിനക്ക് ഗോവിന്ദന്റെ സ്വഭാവം. എന്തേലും അവൻ എന്തേലും ക്ലൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെ ഒരിക്കൽ പോലും ഈ വീണ്ടും പടി കയറ്റത്തില്ല അവന്. അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മരൺ ഇങ്ങനെ കടന്ന് പറഞ്ഞപ്പത്തിന് നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാം നിന്റെ സ്വഭാവം, അതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ സുവർണനെ അങ്ങോട്ട് ഒഴിവാക്കിയാക്കണം എന്ന് പറഞ്ഞു കേട്ടല്ലോ. നമ്മുടെ കാര്യം കാണാൻ വേണ്ടി മാത്രം മതി, അതിനപ്പുറം ഒരു ബന്ധം അവളുമായിട്ട് നിനക്ക് വേണ്ടെന്ന് പറയണം. ശരി, അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അജാസിന്റെ കാര്യത്തില് എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കണം. അല്ല, സുവർണയുടെ ഫോൺ കിട്ടിയോന്ന് ചോദിക്കാം. ഇല്ല, സുവർണയുടെ ഫോൺ കിട്ടിയിട്ടില്ല. അതാ പറഞ്ഞ ഇനി അവൻ ജീവിച്ചിരിക്കുന്ന അപകടമാണ്. എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ആരെ വേണമെങ്കിലും നോക്കിയോ, എത്ര പണം വേണമെങ്കിലും മുടക്കാം. പക്ഷെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നടക്കണം. അല്ലാതെ ഇനി മുന്നോട്ട് പോയില്ല എന്ന് പറയണം. ശരി മേ, നോക്കട്ടെ, ഞാൻ സുവർണയോട് സംസാരിക്കട്ടെ. ഒരു പക്ഷെ അവൾ ആരെയും ഇറക്കുമായിരിക്കും എന്ന് പറയാം. അപ്പൊ ഇതിനു മുമ്പ് സുവർണയാണ് രഞ്ജുവിനെ അല്ല സോറി ഗീതുവിനെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് ആളെ കൊണ്ട് വന്നതൊക്കെ. അപ്പം അവരോടൊക്കെ പറയുവാണെങ്കിൽ, അവരിൽ ആരെങ്കിലും വരുവാണെങ്കിൽ ഒരു പക്ഷെ അജാസിനെ ഇല്ലാതാക്കാൻ പറ്റുമെന്നൊരു ചിന്ത വരുണിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വരുൺ അങ്ങനെ രാധികാമ്മയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. ഈ സമയം ആകെപ്പാടെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഗീതു ഇരിക്കുവാണ്. ഗീതുവിന് വല്ലാത്ത ടെൻഷനായിപ്പോയി. ഇപ്പോഴാണെങ്കിൽ ഗോവിന്ദാണ്ട് ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഈ കള്ളത്തരം ഒരുപക്ഷെ സത്യമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. താൻ ഗോവിന്ദാണ്ട് ഭാര്യയായിട്ട് ഇത്രയും നാളെ കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷെ ഇന്ന് വരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല. തന്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത കാര്യമാണ്. താൻ അതുപോലെ ഗോവിന്ദനെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാവരുടെ മുന്നില് താൻ നാണം കെട്ടിരിക്കുകയാണല്ലോ എന്നൊരു ചിന്തയൊക്കെ ഗീതുവിന്റെ മനസ്സിലും ഉണ്ടാകുന്നുണ്ട്.
താൻ ഗർഭിണിയാന്നുള്ള കാര്യം അയ്യപ്പേട്ടൻ എങ്ങനെ വിശ്വസിച്ചിരിക്കുന്നത്? അത് സത്യമല്ലാന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അയ്യപ്പേട്ടന്റെ മനസ്സിന് വല്ലാത്ത വിഷമമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഓർത്തൊരു ഗീതുവിന്റെ ഉറക്കം പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.